നമ്മൾ വന്ന് കിടന്നു, ലൈറ്റ് ഓഫ് ചെയ്തു, ഫാൻ ഇട്ടു, പുതപ്പ് കുറച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് കടല വെള്ളത്തിൽ ഇട്ടിട്ടില്ല എന്ന്. നിമിഷ സജൻ അതിനകത്ത് കൈ മണക്കുന്നുണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. എൻ്റെ സെക്സിനെ അത് ബാധിക്കുന്നുണ്ട്. അതിൽ ഫാദർ ചെയ്യുന്ന പല ആക്ടിവിറ്റീസും ഇന്നത്തെ ജനറേഷനിൽ ഞാൻ ഉൾപ്പെടെയുള്ള പല ആണുങ്ങളിലും ഉള്ളതാണ്. എന്താണ് കുറച്ചുകൂടെ ഒരു സംതിങ് ന്യൂ എന്നുള്ള രീതിയിലും ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ആലോചന ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ അടുക്കളയിൽ ഈ നിമിഷ സജയനെ പോലെ ഞാൻ പെട്ടുപോയി. അപ്പോൾ അതൊരു സിനിമയ്ക്ക് വിഷയം ആവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ അടുക്കള ജീവിതമാണ് എന്നെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലേക്ക് എത്തിക്കുന്നത്. ഞാൻ എൻ്റെ പാർട്ട്ണറിന് ഒരു സൗകര്യമായിക്കോട്ടെ എന്ന് കരുതി അവളോട് ഈ ജോലികളൊക്കെ ഷെയർ ചെയ്യാമെന്ന് ഓൾറെഡി പറഞ്ഞതിൻ്റെ ഭാഗമായി അടുക്കളയിൽ കയറുകയും അത് വല്ലാത്തൊരു നരകമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ആ സമയത്താണ് ഞാൻ പെണ്ണുങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ എൻ്റെ ചേച്ചിയെക്കുറിച്ചാണല്ലോ, അനിയത്തെക്കുറിച്ചാണല്ലോ, അമ്മയെക്കുറിച്ചാണല്ലോ, എൻ്റെ പാർട്ണർ ബീനെക്കുറിച്ചാണല്ലോ. ഇവർ ഈ ഒരു ജോലി എന്ന് പറയുന്നത് ഇത്രമാത്രം എനിക്ക് ഈ വീടിൻ്റെ മുഴുവൻ ഏകദേശം ഉത്തരവാദിത്തമുണ്ട്. വീട് തുടയ്ക്കണം, അടിച്ചു വാരണം, തുണി അലക്കണം, തുണി വിരിക്കണം, കുട്ടികളുണ്ട്, ഒരു മോനുണ്ട്. അപ്പോൾ എനിക്ക് ഇവൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ശരിക്കും വട്ടെന്നൊക്കെ നമ്മൾ പറയാം, നമുക്ക് ഭ്രാന്താകുക എന്ന് പറയുന്ന അവസ്ഥയിൽ തന്നെയാണ്. നമ്മുടെ ദേഷ്യം കൂടുന്നു. നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയിലൊരു സിനിമ കാണാൻ പറ്റുന്നില്ല. ഒരു ബുക്ക് എടുത്താൽ അപ്പോൾ ഉറങ്ങിപ്പോവും. എത്ര ഇൻട്രസ്റ്റിംഗ് സിനിമയാണെങ്കിലും ഞാൻ ഉറങ്ങിപ്പോവും. കാരണം അത്രമാത്രം ഞാൻ മടുത്തു. ഒരു മൊമെൻറ്റിൽ ഞാൻ ഒരു ദിവസം രാത്രിയിൽ ബീനയുടെ അടുത്ത് പറഞ്ഞതാണ്, നമുക്ക് ഈ അടുക്കള വെച്ചിട്ട് ഞാനൊരു സിനിമ ചെയ്യും കേട്ടോ, ഇവിടെ ഒരുത്തനും അങ്ങനെ ചെയ്തിട്ടില്ല, ആരും ചെയ്യുന്നില്ല, ആരും കാര്യമായിട്ട് അടുക്കളയെക്കുറിച്ച് പെണ്ണുങ്ങൾ പോലും എഴുതിയത് വളരെ കുറവാണ്. ഈ അടുക്കള ഒരു നരകമാണെന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ഫേസ്ബുക്കിലൂടെയൊക്കെ ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടൊക്കെ ഉള്ള മനുഷ്യർ വഴിയാണ് ഞാൻ അറിയുന്നത്. പക്ഷേ അങ്ങനെ കാര്യമായിട്ടുള്ള എഴുത്തുകളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. മാധവക്കുട്ടിയൊക്കെ എഴുതിയിട്ടുണ്ട്, ഇല്ലയെന്നല്ല. സക്കറിയ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനിങ്ങനെ ഒരു പോപ്പുലാരിറ്റി ഭയങ്കര കുറവായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു അന്വേഷണത്തിലാണ് പലതും എനിക്കുണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ ആണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ സിനിമ സംഭവിക്കുന്നത്. അതിൽ എല്ലാം നമുക്ക് ആ പരിചയമുള്ള പല മനുഷ്യരുടെ ലൈഫിലുള്ളതും എനിക്ക് ചുറ്റും കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഞാൻ അങ്ങനെ ഒരു സിനിമ ഞാനായിരിക്കും മലയാളത്തിൽ ഈ അടുക്കള ഇത്ര ഉള്ളൊരു സിനിമ അല്ലെങ്കിൽ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കെ ജി ജോർജ് സാർ അതിന് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തു എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത്. എൻ്റെ സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കത് മനസ്സിലായി. കെ ജി ജോർജ് സാറിൻ്റെ സിനിമയുടെ ഒരു ഡിസൈൻ തന്നെയായിരുന്നു ഇതും. പല സ്ത്രീകളുടെ ജീവിതം, നിമിഷയുടെ ടീച്ചർ, നിമിഷയുടെ കൂട്ടുകാരി, അങ്ങനെ പോകുന്നൊരു തിരക്കഥ 1 മാസം മുന്നെയാണ് ഞാൻ ആദാമിൻ്റെ വാരിയൽ കണ്ടിട്ട്. ശരിക്കും ആദാമിൻ്റെ വാരിയൽ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. രണ്ടും ഏകദേശം ഒരേ കാര്യം പറയുന്ന സിനിമയാണ്. പക്ഷേ നമ്മുടെ കൂട്ടുകാരെല്ലാവരും പറയുന്നു നമുക്കിപ്പം ഈ സിനിമ ചെയ്യേണ്ടതുണ്ട്, നമുക്ക് ചെയ്യാൻ കുറച്ച് സ്ക്രീൻ പ്ലേ കുറച്ച് മാറ്റാം. അങ്ങനെയാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ തുടങ്ങുന്നത് തന്നെ. ഞാൻ ആ സിനിമ കഴിഞ്ഞിട്ട് കെ ജി ജോർജ് സാറിന് വയ്യാത്ത സമയമാണ്, അദ്ദേഹത്തിന് ഓർമ്മകൾക്കൊക്കെ പ്രശ്നമുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു, അദ്ദേഹത്തെ സിനിമ കാണിക്കാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം കണ്ടു എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം പൂർണ്ണമായിട്ടുള്ള ഒരു ബോധാവസ്ഥയിൽ അല്ലായിരുന്നു. അങ്ങനെ എനിക്ക് അദ്ദേഹത്തെ കാണണമെന്ന് തന്നെ തോന്നിയിരുന്നു. ജിയുടെ എല്ലാ സിനിമകളും നോക്കിയാലും രണ്ട് പെൺകുട്ടികൾ മുതൽ കാതിൽ വരെ നിന്നാൽ അത് ഒരു രീതിയിൽ പറഞ്ഞ ഒരു സ്ത്രീപക്ഷ സിനിമകൾ തന്നെയാണ്. ഈ ജിയോ ബേബി എന്നുള്ള ഫെമിനിസ്റ്റ് എപ്പോഴാണ് ജനിക്കുന്നത്? നമ്മളെപ്പോഴും അവർ ഫെമിനിസ്റ്റ് ആണെന്ന് പറയുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്തോ മോശം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ഫെമിനിസ്റ്റ്. ഇപ്പോൾ എൻ്റെ തന്നെ ബന്ധത്തിലുള്ള ഇപ്പോൾ എനിക്കറിയാവുന്ന പറഞ്ഞ മനുഷ്യർ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ ഒരു കുഴപ്പമില്ല, അവരൊക്കെ നല്ല ആളാണ്, പക്ഷേ അവർ ഫെമിനിസ്റ്റായിപ്പോയി. അപ്പം നമ്മളൊക്കെ ഇവിടെ ഈ ചുറ്റുവട്ടത്തൊക്കെ അല്ലേ ജീവിക്കുന്നതല്ല. നമ്മളൊരു ദിവസം പ്രത്യേക സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന ആളൊന്നുമല്ല. പക്ഷേ ജീവിതം കൊണ്ട് നമ്മൾ ഈ അടുക്കളയിലായി പോകുന്ന സമയത്തിന് ശേഷം എൻ്റെ ലൈഫ് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അത് ഒന്ന് പർപ്പസ്ഫുള്ളി അല്ല, എനിക്ക് മാറണം, എനിക്ക് സാധാരണ പുരുഷന്മാരെ പോലെ ഉള്ള ഒരാളായി മാറണ്ടെന്ന് വിചാരിച്ച് ഞാൻ പോയി ചെയ്തൊന്നുമല്ല. പക്ഷേ ആ ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടായത്. ആ മാറ്റം ആണ് ഇപ്പോഴും ഞാനും ബീനയും തമ്മിലുള്ള ലൈഫിൽ ആ ഒരു സിനിമ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ട്. അത് ആ സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ബീനയോട് ഭയങ്കരമായിട്ട് വർത്തമാനം പറയാൻ തുടങ്ങി. കാരണം എനിക്ക് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും വേണം. ഇപ്പോൾ ആ സിനിമയുടെ ക്രിയേറ്റീവ് ഹെഡ് ആണ് ബീന. അപ്പോൾ നമ്മൾ അത്ര സംസാരിച്ചിട്ടുള്ളത് ബീനയുടെ അടുത്ത് ആ സിനിമയെക്കുറിച്ച്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ പെണ്ണുങ്ങളെന്ന് പറയുന്ന മനുഷ്യർ
എന്ത് തരം ജീവിതമാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം എനിക്ക് ഉണ്ടായി വന്നു. ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല, അതുണ്ടായി വന്നത് വല്ലാത്തൊരു ഐ ഓപ്പണിംഗ് ആയിരുന്നു. പിന്നീട് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ വന്നിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ട്, ഒരുപാട് ചർച്ചകളെന്നൊക്കെ ഒരുപാട് ഉത്തരങ്ങളുണ്ടായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സോറി പറയിപ്പിക്കുന്ന സുരാജ് എന്ന് പറയുന്നത് എൻ്റെ തന്നെ അംശമാണത്. അല്ലെങ്കിൽ അതിലെ ഫാദർ ചെയ്യുന്ന പല ആക്ടിവിറ്റീസും ഇന്നത്തെ ജനറേഷനിൽ ഞാൻ ഉൾപ്പെടെയുള്ള പല ആണുങ്ങളിലും ഉള്ളതാണ്. അപ്പോൾ അതെല്ലായിടത്തും നമ്മുടെ അടുത്തു നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരികൾ അവരുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് സിനിമ ചെയ്യുമ്പോൾ അറിയാം, ഞാൻ വളരെ ലൈറ്റർ വേർഷൻ ഓഫ് വുമൺ ലൈഫാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം ഇതിൻ്റെ വല്ലാത്തൊരു ഭീകരത ആണ് പുറത്ത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ പോലും അനുഭവിക്കുന്നതെന്നൊക്കെ ബോധ്യത്തോടു കൂടി തന്നെയാണ് ആ സിനിമ ചെയ്യുന്നത്. അത് അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും സൊസൈറ്റി ഇങ്ങനെ നിൽക്കുന്ന തന്നെ ഈ ബോധ്യം ആർക്കും ഉണ്ടാകുന്നില്ലല്ലോ. നമ്മൾ സ്കൂളിൽ ഇപ്പോൾ നമുക്കൊരു ചായ എന്ന് പറയുന്നത് ഇതുണ്ടാക്കാത്ത മനുഷ്യരെ സംബന്ധിച്ച് നമുക്ക് തൊട്ടടുത്ത് കിട്ടുന്ന ഒരു തരം ലക്ഷറി ഒരു ചായ. ഇപ്പം ഞാനൊരു ചായ ഉണ്ടാക്കാൻ പറഞ്ഞാലോ, ഇത്രയും പേർക്ക് ചായ ഞാൻ ഉണ്ടാക്കണമെങ്കിൽ അല്ലേ ഒരാളുണ്ടാവുമല്ലോ ഇവിടെ ചായ ഉണ്ടാക്കുന്നത്. അതിൻ്റെ പാത്രം കഴുകണം, തേയിലപ്പൊടി ഇടണം, അല്ലേ പാലൊഴിച്ചിട്ടുള്ള ചായ ആണെങ്കിൽ ആ സോസ്പാൻ കഴുകാൻ കുറച്ച് സമയം വെള്ളത്തിലിടേണ്ടി വരും, അല്ലെങ്കിൽ അല്ലാതെ കഴുകാൻ ബുദ്ധിമുട്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു ചായ കിട്ടുന്നൊരു പ്രോസസ്സിനെ നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ രാവിലെ എഴുന്നേറ്റ് ഏതെങ്കിലും കസേരയിലിരുന്നാൽ ചായ കിട്ടും ആണുങ്ങൾക്ക്. പെണ്ണുങ്ങൾക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ ചായ ഉണ്ടാക്കി കുടിക്കണം, അല്ല ചായ ഉണ്ടാക്കി വീട്ടിലെ ആണുങ്ങൾക്ക് കൊടുക്കണം. അപ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലായി. നമ്മൾ പെണ്ണുങ്ങളെ കൊണ്ട് അങ്ങനെ പണി ചെയ്യിപ്പിക്കരുത്. നമ്മുടെ വീട്ടിൽ അതിൻ്റെ മാറ്റം ഉണ്ടായി. അത് പല കാര്യങ്ങളും മാറ്റം ഉണ്ടായി. നമ്മുടെ വീട് ഇപ്പോൾ എന്താ പറയുക, ഒരു കുഞ്ഞു കാര്യത്തിലുള്ള ഒരു അഭിപ്രായം ചോദിക്കൽ വരെ ആ മാറ്റമാണ് എന്നാണ്. മറ്റേത് പലതും ഞാനൊരു ഡിസിഷൻ മേക്കറാണ്, ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത്. എൻ്റെ അച്ഛനാണെങ്കിലും പൊതുവെയുള്ള ആണുങ്ങൾ ഒക്കെ. പക്ഷേ ഈ സിനിമയിലൂടെ കടന്നു പോയപ്പോൾ അങ്ങനെ അല്ലാതെ ജീവിക്കുന്നതാണ് ഒരു ഭംഗിയെന്ന് മനസ്സിലായി. നമ്മളെല്ലാവരും ഈ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് വളർന്ന ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഇതൊരു ഇഷ്യൂ ആണ് എന്ന് തിരിച്ചറിയുന്നത് കണ്ടു വളർന്ന സിനിമകളിൽ നിന്നാണോ, വീട്ടിലെ കോൺവെർസേഷനിൽ നിന്നാണോ, അതോ ഇത് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് അങ്ങനെ ഒരു സ്ട്രൈക്കിംഗ്? അത് സ്വാഭാവികമായി ഉണ്ടായി വന്നതാണ്. അതായത് ഞാൻ പറഞ്ഞു, ഞാനതിന് ആൻസർ ചെയ്തതാണ്. അതായത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ സിനിമ മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല. ഞാൻ എൻ്റെ അടുക്കളയിൽ ഈ നിമിഷ സജയനെ പോലെ ഇങ്ങനെ കിടന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുക. ഞാനാണ് നിമിഷ സജയൻ ആ സിനിമയിൽ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ്, എൻ്റെ അമ്മോ കാരണം ഇന്ന് രാത്രി തീരുമെങ്കിൽ എന്നെ ഇത് ബാധിക്കില്ല. ഞാൻ നാളെ രാവിലെ ഇത് ചെയ്യണം, മറ്റന്നാൾ ചെയ്യണം, എനിക്ക് വളരെ ഇഷ്ടമുള്ള പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് ചെയ്യണം. ഇപ്പോൾ നിമിഷ സജൻ എന്നത് കൈ മണക്കുന്നുണ്ട്, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. എൻ്റെ സെക്സിനെ അത് ബാധിക്കുന്നുണ്ട്. സെക്സിൻ്റെ ഇടയ്ക്ക് കൈ മണക്കുന്നുണ്ട് നിമിഷ. ഇത് എൻ്റെ അവസ്ഥയാണത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ ഇത്തരം അവസ്ഥയിൽ ഞാൻ എത്തിപ്പെട്ടതുകൊണ്ട് മാത്രം തിരിഞ്ഞ് ആലോചിക്കുന്നതാണ് ഈ ചോദ്യങ്ങൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെയത്? ഇപ്പോൾ രാത്രി നമ്മൾ വന്ന് കിടന്നു, ലൈറ്റ് ഓഫ് ചെയ്തു, ഫാൻ ഇട്ടു, പുതപ്പ് കുറച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് കടല വെള്ളത്തിൽ ഇട്ടിട്ടില്ല എന്ന്. അത് ചിലപ്പോൾ കേരളത്തിൽ തുലവും തുച്ഛം പുരുഷന്മാർക്ക് മാത്രമായിരിക്കും അത് പോയി രണ്ടാമത് അടുക്കളയിൽ പോയി വെള്ളത്തിൽ കടല എടുത്തിടുക എന്നുള്ള പ്രോസസ്സ് ചെയ്യേണ്ടത്. ആ പ്രോസസ്സ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ നരകമാണെന്ന് ഞാൻ പറയും. ആ ഒരു നരകം ഞാൻ അനുഭവിച്ചുകൊണ്ട് ഫെമിനിസം വേണമെന്ന് എനിക്ക് തോന്നി, സമത്വം വേണമെന്ന് എനിക്ക് തോന്നി. അതാണ് അതിൻ്റെ ഒരു പോയിൻറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ദിവസം രാവിലെ നാളെ മുതൽ അങ്ങ് നന്നായേക്കാം, ഇവിടുത്തെ എന്താ പറയുക പുരുഷന്മാരെയൊക്കെ നന്നാക്കിയേക്കാന്ന് ഓർത്തിരുന്ന് പറയുന്നതല്ല. നമ്മുടെ എന്തോ ഭാഗ്യം കൊണ്ടോ എന്തുകൊണ്ടോ നമുക്കിങ്ങനത്തെ അനുഭവങ്ങളുണ്ടായി. അതുകൊണ്ട് അതേപോലെ കേട്ടൊരു വിമർശനം എന്ന് തന്നെ പറയാം. അതിൽ കാണിച്ചിരിക്കുന്ന അടുക്കളയും സാഹചര്യങ്ങളും ഒരു 70s 80s കേരളമായിരുന്നെങ്കിൽ ഓക്കെ, അത് അങ്ങനെ തന്നെയായിരുന്നു കേരളത്തിലെ പല അടുക്കളകളും കുടുംബങ്ങളും. എന്നാൽ നമ്മൾ 2020 കാണുന്ന ഒരു കേരളവും കേരളത്തിന്റെ അടുക്കളയും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അതുപോലെയാണോ എന്നുള്ളൊരു സംശയം പലരിൽ നിന്നും കേട്ടിരുന്നു. ആ സിനിമയെ കാണിച്ച പോലെ തന്നെയാണ് കേരളത്തിലെ അടുക്കളകൾ, ഭൂരിഭാഗം അടുക്കളകൾ. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരെ അതെ, അല്ലാന്ന് തെളിയിക്കാൻ പറ്റത്തില്ല. ഈ ചോദ്യങ്ങൾ ഭയങ്കര കമൻറ്റുകളായിട്ടും പോസ്റ്റുകളായിട്ടും ഒക്കെ സിനിമ ഇറങ്ങിയ സമയത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മറുപടി ഞാൻ എഴുതിയിടേണ്ട വന്നിട്ടില്ല. കാരണം ഈ നാട്ടിലുള്ള പെണ്ണുങ്ങൾ നല്ല ബോധമുള്ള
ആണുങ്ങളൊക്കെ ഇതിന് മറുപടി കൊടുത്തുകൊണ്ടായിരുന്നത്. ഇത്തരം ചോദ്യങ്ങൾക്ക് അവർ കൊടുത്ത മറുപടി വരൂ, എൻ്റെ വീട്ടിലേക്ക് വരൂ, കാണിച്ചു തരാം എന്ന് തന്നെയായിരുന്നു. ഞാൻ 70കളിലുള്ള ഒരു അടുക്കള 2018 ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകത്തില്ല. ഞാൻ അത്രത്തോളം അന്വേഷിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. നമ്മൾ സത്യമല്ലെന്ന് നമ്മൾ കള്ളം പറയേണ്ടി വരും. നിങ്ങളുടെ വീട്ടിലില്ലായിരിക്കാം, നമ്മുടെ ഒന്നും വീട്ടിലില്ലായിരിക്കാം, നമ്മുടെ അടുത്ത വീട്ടിലുണ്ട്. ആദാമിന്റെ വാര്യയിൽ കണ്ട അടുക്കളയിൽ നിന്ന് ഒട്ടും മുന്നോട്ട് പോയിട്ടില്ല കേരളത്തിലെ അടുക്കള എന്നാണ്. അടുക്കള മുന്നോട്ട് പോയിട്ടുണ്ട്. ആദാമിൻ്റെ വാര്യയിൽ അടുപ്പിൽ വെച്ചിട്ടാണ് കത്തിക്കുന്നതെങ്കിൽ, വിറക് കൊണ്ടാണ് കത്തിക്കുന്നതെങ്കിൽ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ ഗ്യാസ് സ്റ്റൗ ഉണ്ട്. 70കളിൽ അരകല്ലിലാണ് അരയ്ക്കുന്നതെങ്കിൽ 2018 മിക്സി ഉണ്ടാവും. ആ ജോലി ചെയ്യുന്നത് അന്ന് അരച്ച സ്ത്രീയാണെങ്കിൽ ഇന്നും മിക്സി ഉപയോഗിക്കുന്ന സ്ത്രീകൾ തന്നെ. അതിലൊരു മാറ്റമില്ല. ഇനി നാളെ നമുക്കിപ്പോൾ ഓവൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, തുണി അലക്കാൻ വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇതൊക്കെ ഫങ്ഷൻ ചെയ്യിപ്പിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്, അല്ലേ? എല്ലാ തരം ടെക്നോളജീസും നമ്മൾ അടുക്കളയിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ് അതായത് രണ്ടാമത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് വരാൻ നേരത്ത് പ്രഖ്യാപിച്ച ഒരു കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ ലോൺ കൊടുക്കുമെന്നായിരുന്നു, അല്ലേ? അതായത് സ്ത്രീകളെ ലോൺ എടുപ്പിച്ച് ഗൃഹോപകരണങ്ങൾ വാങ്ങിച്ച് നിങ്ങളെ അവിടെ തന്നെ നിർത്തുമെന്ന് തന്നെയാണ് അതിൻ്റെ വേറൊരു തരത്തിൽ. കേൾക്കുമ്പോൾ അത് വലിയ കാര്യമാണെന്ന് തോന്നുമായിരിക്കും. അത് തന്നെ ആ ടെക്നിക്ക് തന്നെയാണ്. അത് പാട്രിയാർക്കിയുടെ ഏറ്റവും വലിയ. ഇപ്പോൾ മിക്സി വരുമ്പോൾ അരകല്ലുമായിട്ട് മിക്സി വരുമ്പോൾ ഫിസിക്കലായിട്ടുള്ള എളുപ്പം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, അല്ലേ? ഈ പണി അവിടെ നിൽക്കില്ലേ, ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. നമുക്ക് കണ്ണ് തുറന്ന് നോക്കിയാൽ കാണാം. മാറ്റം ഉണ്ടാവട്ടെ. അത് ഒരു സിനിമ കൊണ്ട് എല്ലാ മനുഷ്യരും മാറുന്നത് അങ്ങനെയൊന്നുമല്ല. സിനിമകൾ ഇപ്പം നമ്മൾ തീരെ മാറ്റമില്ലെന്ന് പറയാനും പറ്റില്ല. ഇപ്പം പല വീടുകളിലും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ചേർന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും മക്കളും ഒക്കെ ചേർന്ന് ജോലികൾ ചെയ്യുന്ന വീടുകളുണ്ട്. അതിൻ്റെ എണ്ണം കൂടട്ടെ. ഇത്തരം വിമർശനങ്ങളോ അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങളും നമ്മുടെ ഇന്നത്തെ ഇരിപ്പുകളിലൊക്കെ കുറച്ചുകൂടെ എങ്ങനെ ഒരു ബെറ്റർ ആവാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോട്ടൊന്നും ഈ വക കാര്യങ്ങളൊന്നും പിള്ളേർ പഠിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ മാറി കുറച്ചുകൂടെ ബെറ്റർ ആവട്ടെ, സമത്വം ഉണ്ടാവട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം.